മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ശാപമായും ശല്യമായും അധികപ്പറ്റായും കരുതുന്ന ഒരു കാലഘട്ടമാണ്. അത്തരം സാഹചര്യങ്ങൾ വർദ്ധിക്കും തോറും അതിനൊക്കെ അപവാദമായി ചില നല്ല കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ദൈവസ്നേഹത്തിൻ്റെ അനുഭവമുള്ള കുടുംബങ്ങൾ, മാതാപിതാക്കളെ അനുഗ്രഹമായി കരുതുന്ന മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തി വിശ്വാസം കൊടുത്ത് ബോധ്യങ്ങൾ കൊടുത്ത് വളർത്തിയ, കൂട്ടായ്മയിൽ വളർത്തിയ മക്കളെ ഒന്നിപ്പിക്കുന്ന നല്ല മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്ന് ഉണ്ട്, ചുരുക്കം ആണെങ്കിലും. അങ്ങനെ ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന ഇടവകയിൽപ്പെട്ട തിരുവാതുക്കൽ അന്നമ്മ എന്ന നല്ല അമ്മയുടെ കുടുംബമാണ്. 79 വയസ്സുള്ള അമ്മയ്ക്ക് ജീവിത പങ്കാളി 27 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെങ്കിലും ശക്തി പകർന്നത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ബോധ്യങ്ങളുമാണ്. ദൈവം നൽകിയ 2 ആൺമക്കളെ അമ്മ നല്ലതുപോലെ ഒരു കരം ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ചും മറ്റേ കരം മക്കളെ ചേർത്ത് പിടിച്ചും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വളർത്തിയ അമ്മ. അതിൻ്റെ നല്ല അനുഭവങ്ങളാണ് ഈ കുടുംബത്തിൽ കാണാനുള്ളത്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തിരുവാതുക്കൽ അന്നമ്മ പൈലോയുടെ ഭവനം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഈ ഭവനം. ഇത് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മുട്ടം, തിരുവാതുക്കൽ കുടുംബത്തിന്റെ ഇടവക ദേവാലയം. ഇതാണ് തിരുവാതുക്കൽ അന്നമ്മ പൈലോ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്ന അമ്മ. ഈ ഭവനത്തിൽ കയറി ചെല്ലുന്നവർ അനുഭവിക്കുന്ന ശാന്തതയും സമാധാനവും ഇവിടുത്തെ പ്രാർത്ഥനയിൽ നിന്നും നിർഗളിക്കുന്നതാണ്. അമ്മയോട് ചോദിക്കാനായിട്ട് ഉള്ളത്, അമ്മയുടെ ജീവിതം ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച് ഒത്തിരി വർഷങ്ങളൊന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്നൊക്കെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയ്ക്ക് എന്തുമാത്രം സാധിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് മക്കളെ വളർത്തിയെടുക്കാനായിട്ടുണ്ടായ സാഹചര്യങ്ങൾ? മക്കളെ വളർത്താനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് വീട്ടിലെ സാമ്പത്തികം കൊണ്ടൊക്കെ, സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും കഷ്ടപ്പെട്ടൊക്കെ വളർത്തി. ഒരു വലിയ കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു. പഠിച്ച് വളർന്ന് മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ നല്ല മക്കളായിട്ട് വളർന്നു വന്നത് കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പം അമ്മ ഈ തീർച്ചയായിട്ടും മക്കളെ വളർത്തിയതിൽ നല്ലൊരു പങ്കുണ്ട്. അവർ നന്മയിൽ വളർന്നു വരുന്നതിന് മാതാപിതാക്കന്മാരാണല്ലോ വളർത്തിക്കൊണ്ട് വരുന്നത്. അമ്മയുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലായിരുന്നു
ഈ മക്കളെ വളർത്തിയാൻ എടുത്ത ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ? അന്ന് എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മച്ചി എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുമായിരുന്നു. മക്കളെയും നോക്കും, സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത് കൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നതിന് എല്ലാ കാര്യത്തിനും അമ്മച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നുമില്ലെങ്കിലും നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തു. അതുപോലെ തന്നെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ വളരാൻ അമ്മയല്ലേ കാരണമായത്? അതെ, പള്ളിയിലൊക്കെ പോകണം, പ്രാർത്ഥിക്കണം. ഞങ്ങൾ കുടുംബ പ്രാർത്ഥിച്ച് ദൈവത്തോട് എപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥനയൊക്കെ കേട്ട് മക്കൾ പഠിച്ച് അവർക്ക് അധികം വലിയ ജോലിയൊന്നും അന്നില്ലായിരുന്നു. അപ്പം മരിക്കുമ്പോൾ മൂത്തയാൾക്ക് മാത്രം ജോലിക്ക് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ ഇളയാൾ പുറത്തൊക്കെ ഒരു ചെറിയ ചെറിയ ജോലികളൊക്കെ ചേർന്ന് നിന്ന് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ജോലിയാണ് മകന് കിട്ടിയത് സ്കൂളിൽ. ഇന്ന് ഏറെ സന്തോഷവതിയല്ലേ അമ്മ? അതെ. അതെന്തുകൊണ്ടാണ്? ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നത്? മക്കള് പുറത്തു പോയി യാതൊരു വക ദുശീലങ്ങളും ഇല്ല. യാതൊരു ദുശീലങ്ങളും മക്കൾക്കില്ല. ഒരു ദുശീലങ്ങളും. അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പോഴല്ല, കൊച്ചുനാൾ മുതൽ അവർക്ക് യാതൊരു ദുശീലങ്ങളും ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. മക്കൾ ചീത്ത വഴിക്ക് പോകരുത്, കൂട്ടുകൂടിയൊക്കെ പുറത്ത് പോയാൽ നമ്മൾക്കാരും ഇല്ല തിരക്കി പോകാൻ. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ കാത്തുകൊള്ളണേന്ന്. ദൈവം അവരെ ഒരു ചീത്ത വഴിയിലും കൊണ്ടുപോകാതെ നല്ല വഴിക്ക് തന്നെ നടത്തി. യാതൊരു വക ദുശീലങ്ങളുമില്ല ഇന്നും. ഇപ്പം മക്കള് രണ്ട് ആൺമക്കളല്ലേ ഉള്ളൂ. അവര് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മക്കള് അവരെങ്ങനെയുണ്ട്? അവർക്ക് എന്നോട് വളരെ സ്നേഹമായിട്ടുള്ള സമീപനമാണ്. യാതൊരു വിധ ബുദ്ധിമുട്ടുകളും എനിക്ക് അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അവരോടും അങ്ങനെ തന്നെയാണ്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന തരത്തിലൊക്കെ അവരെ സഹായിക്കും. ജോലിക്കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും. 4 മക്കളുണ്ട് ഇപ്പോൾ. 4 മക്കള്. മരുമക്കളില്ല. അതാണ് അമ്മയുടെ വലിയൊരു വിജയം. ജീവിതത്തിൽ എന്തായാലും സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. ശാരീരികമായ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിന് സമാധാന സന്തോഷമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ കാലൊക്കെ ഒരു പ്രാവശ്യം ഒടിഞ്ഞ് സ്റ്റീലോട് ഇട്ടിരിക്കുക. അന്നേരമൊക്കെ ഈ മക്കളാണ് എന്നെ ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തത്. അതായത് പുറത്തുനിന്ന് ആരും ഒരു ജോലിക്കാരും വിളിച്ചില്ല. അവർ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് എന്നെ ശുശ്രൂഷിച്ചു, മക്കളും മരുമക്കളും. ഏതായാലും അമ്മയുടെ നല്ല മനസ്സാണ്, ദൈവം അതിന് പ്രതിഫലം തന്നതാണ്. അത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി അവസാനം സമാധാന സന്തോഷത്തോടും കൂടി മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതിന് മക്കളെ സമർപ്പിച്ച് നന്ദി പറയാം എപ്പോഴും. ഇപ്പോൾ സന്തോഷം നമ്മൾ കേട്ടല്ലോ. ഇതാണ് വാസ്തവത്തിൽ ഈ അമ്മയിൽ നിന്ന് കേൾക്കണം. നമ്മുടെ പല കുടുംബങ്ങളും സത്യം മറന്നുപോവാണ്, ഇന്ന് ജീവിക്കാൻ മറന്നുപോവാണ്. മക്കൾക്ക് നല്ല മാതൃക കൊടുക്കാൻ കഴിയാതെ പോകുന്ന മാതാപിതാക്കൾ സ്നേഹവും പരിചരണവും വിശ്വാസവും കൊടുക്കാൻ വിട്ടുപോവാണ്. പണം കൊടുക്കും, ആവശ്യത്തിന് ജീവിത സൗകര്യങ്ങൾ അതിനേക്കാൾ കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും. പക്ഷേ സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, കൂട്ടായ്മയുടെ അനുഭവം കൊടുക്കാറില്ല. അത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, നല്ലൊരു ഉദാഹരണമാണ് ഈ അമ്മയും അമ്മയുടെ കുടുംബവും. ഈ അമ്മ മക്കൾക്ക് എല്ലാമാണ്. സ്നേഹനിധിയായ ഈ അമ്മയെക്കുറിച്ച് മക്കൾക്കും തലമുറകൾക്കും ഏറെ പറയാനുണ്ട്. എൻ്റെ പേര് ജോൺ. ഞാൻ ബാങ്കിലെ മാനേജറായി വർക്ക് ചെയ്യുന്നു. അമ്മച്ചിയുടെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ ഭാര്യ സോന ടീച്ചറാണ്, തേവര സ്കൂളിൽ പഠിപ്പിക്കുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. അതിൽ
മൂത്തയാൾ വിദേശത്താണ്, BSc നഴ്സിങ്ങിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ അന്ന നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആൾ ആഗ്നസ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ അപ്പച്ചൻ എൻ്റെ 27ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 27ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അപ്പച്ചൻ ഞങ്ങൾക്ക് പകർന്നു നൽകിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പച്ചൻ ഞങ്ങളെ ചെറുപ്പത്തിലെ ഞങ്ങൾ കാണുന്നത്, അപ്പച്ചൻ ചെറിയ ജോലിയായിരുന്നു, സ്കൂളിലെ പ്യൂണായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അപ്പച്ചന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ആദ്യം അപ്പച്ചൻ സ്വന്തം അമ്മയുടെ കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. അമ്മയ്ക്ക് എണ്ണ, മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അമ്മേനെ വളരെ ശുശ്രൂഷയോടുകൂടി പരിചരിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ മാതാവിനെ വളരെ കെയറോടുകൂടി നോക്കുന്നതിൻ്റെ അടിസ്ഥാനം എൻ്റെ പിതാവാണ്. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ, അമ്മച്ചി വളരെ ചെറുപ്പം മുതൽ വളരെ അധ്വാനിച്ചാണ്. അപ്പച്ചന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇന്ന് കാണുന്നത് പോലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെയും അപ്പച്ചൻ്റെയും ഒക്കെ ഡ്രസ്സുകളൊക്കെ കഴുകി ഞങ്ങളെ സ്കൂളിൽ അയച്ചിരുന്നതും, ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങൾക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യയൊക്കെ തന്ന് ഞങ്ങളെ സ്കൂളിലേക്ക് അയക്കണമൊക്കെ അമ്മച്ചിയായിരുന്നു. യാതൊരു പരിഭവമോ കുറവോ വരുത്താതെ ഞങ്ങളെ വളർത്തി ദൈവസ്നേഹത്തിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. ആ സ്നേഹം ഇന്നും നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് ഈ നിലയിലെത്തിയത് അതിനുള്ള പ്രേരണ ഘടകം എന്ന് വെച്ചാൽ അമ്മച്ചിയുടെ സ്നേഹമാണ്. അമ്മച്ചി ഞങ്ങളെല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് ഈ അവസ്ഥയിലെത്തിച്ചു. ദൈവത്തിന് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എൻ്റെ പേര് സോന. പറഞ്ഞതുപോലെ ഞാൻ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ തേവരയിലാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞത് 2001 ഞങ്ങളുടെ കല്യാണം. അന്ന് എനിക്ക് 23 വയസ്സ്. അന്ന് ഇവിടെ വരുമ്പോൾ അപ്പച്ചനില്ല, അമ്മച്ചിയുടെ അമ്മയും. അന്ന് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഇവിടെ ചേട്ടൻ പറഞ്ഞതുപോലെ, അമ്മച്ചി കഴിഞ്ഞിട്ടേ മക്കൾക്ക് വേറെ എന്തോ ഉള്ളൂ. അമ്മച്ചിമാരോടുള്ള സ്നേഹം. അപ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചിയും അപ്പച്ചനും പറഞ്ഞു വിട്ടു, അവിടെ എങ്ങനെയാണോ അമ്മച്ചീനെ അപ്പച്ചനെയും കാണുന്നത് അതുപോലെ അവർക്ക് അവരുടെ സ്ഥാനത്ത് വേണം ഇവിടെ അമ്മച്ചീനെ കാണാൻ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷം, 2 മക്കളും അമ്മച്ചിമാരെ പൊന്നുപോലെ കൊണ്ടു നടക്കുക. അത് കണ്ട് ആ ഒരു ശീലത്തിലാണ് ഞാനും ഇപ്പോഴും. ഞങ്ങൾ മക്കളും അതുപോലെ തന്നെ അമ്മച്ചീനോടുള്ള കെയറിങ്ങും കാര്യങ്ങളും ഇവിടെ അപ്പ പറയണ പോലെ ഞങ്ങൾ അമ്മച്ചീനെ നോക്കി പോരുകയാണ്. അതിനുള്ള മാതൃക എന്ന് പറഞ്ഞാൽ ഈ 2 സഹോദരങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ അമ്മച്ചീനോടുള്ള ആ സ്നേഹം ഞങ്ങളിലേക്ക് ആഴത്തിലേക്ക് വന്നതും അതൊക്കെ തന്നെ. പിന്നെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പം 80 വയസ്സാകുവാണ്. ഈ 80 വയസ്സിൻ്റെ ഒരു പഴമയൊന്നും അമ്മച്ചിക്കില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒന്നിനും ഞങ്ങളോട് ഓവറായിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മുടെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഇപ്പം ഞങ്ങൾ 3 ടീച്ചേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെ കഷ്ടപ്പാട് അറിയാം. ലേറ്റായിട്ട് വരിക പോവുക, അതൊന്നും അമ്മച്ചി അതിനെന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനില്ല. വരുന്ന സമയത്ത് ഞങ്ങളുടെ മക്കൾ ഇവിടെ സേഫാണ്. അപ്പോൾ അമ്മച്ചിയുടെ ആ ഒരു കരുതലാണ് ഞങ്ങളെ ഇന്ന് ഇവിടം വരെ എത്തിച്ചേക്കുന്നത്. ഇപ്പോഴും ഈ ഒരു 2 കുടുംബങ്ങൾ തമ്മിൽ ഐക്യത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി അമ്മച്ചി തന്നെയാണ്. അമ്മച്ചി ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും. അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് അമ്മച്ചിക്ക് ഇങ്ങനെയൊരു അമ്മച്ചീനെ ഞങ്ങൾക്ക് തന്നതും ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയാണ്. ഞാൻ ജോസഫ് TP, അമ്മയുടെ 2 ആൺമക്കളിൽ ഇളയ മകനാണ്. ഇത് എൻ്റെ ഭാര്യ സോയാമോൾ. എൻ്റെ മൂത്ത മകൻ കൊൽക്കത്ത സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ മോള് ആൻസ് എൻ്റെ വിദ്യാലയത്തിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു. ഇതെൻ്റെ മൂന്നാമത്തെ മോൻ ആൽഫ്രഡ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അമ്മയെയും മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ വലിയ ഓർമ്മകളാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എത്തുക. അവരുടെയൊക്കെ വലിയ സഹനത്തിൻ്റെ ഫലമാണിന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖവും സന്തോഷമെന്ന് ഒട്ടും സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഒരുപാട് സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലായത്. ഞങ്ങൾ 2 സഹോദരന്മാർക്ക് കൂടി 6 മക്കളാണ് ഞങ്ങൾക്ക് കുട്ടികളുള്ളത്. ഞങ്ങൾ 4 പേരും ജോലിക്കാരായതുകൊണ്ട് തന്നെ
ഈ 6 മക്കളെയും വളർത്തി വലുതാക്കിയത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ ആ മധ്യാഹ്നങ്ങളിലെ ഉറക്ക സമയമൊക്കെ പലപ്പോഴും മാറ്റിവെച്ച് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ പിറകെ പോയ ആ അമ്മയുടെ വലിയ സഹനങ്ങളാണ് ഇന്ന് ഈ മക്കൾ ഈ രൂപത്തിലായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്കിന്ന് ഒട്ടും ദുഃഖിക്കാനില്ല. കാരണം അമ്മ കിടന്നുറങ്ങുന്നത് പോലും 2 മക്കളുടെ ഇടയിലാണ്. ആ വലിയ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ആ ത്യാഗത്തിൻ്റെ ഫലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അമ്മയുടെ ഓരോ ജന്മദിനവും ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്ന വലിയ ഒരു മാധ്യമമാണ് അമ്മ. ആ അമ്മയുടെ വലിയ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ ഓർമ്മകൾ ഈ അവസരത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചാച്ചനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനിന്നെന്തായിരിക്കുന്നുവോ അതെൻ്റെ പിതാവിൻ്റെ വലിയ ത്യാഗത്തിൻ്റെ കൂടെ ഫലമാണ്. കാരണം പിതാവ് ജോലി ചെയ്ത ആ ഒരു തൊഴിൽ മേഖലയിൽ ഞാൻ എത്തിപ്പെടാൻ കാരണം പിതാവിൻ്റെ സർവീസിൽ നിന്നുള്ള മരണമാണ്. ആ മനുഷ്യൻ്റെ സത്യസന്ധമായ ജീവിതത്തിൻ്റെയും സമൂഹത്തിനോടുള്ള വലിയ കരുതലിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഞങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ സുഖവും സന്തോഷവും എല്ലാം. എൻ്റെ പിതാവിനെ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. 97 പിതാവ് മരിക്കുമ്പോൾ ആ ഒരു ജോലിയിലാണ് ഞങ്ങൾ പ്രവേശിക്കുക. അതാണ് ഈ കുടുംബം, അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിതാവിനെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ പേര് സോയാമോൾ. ഞാൻ 2003 മെയ് 11 തണ്ണീർമുക്കം ഇടവകയിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഈ തിരുവാതിക്കൽ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. അന്നു മുതൽ എനിക്ക് താങ്ങും തണലുമായിട്ട് സഹോദരങ്ങളും അതോടൊപ്പം തന്നെ അമ്മച്ചിയും ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ കരുതലും സ്നേഹവുമാണ് ഞങ്ങളുടെ ഈ 3 മക്കളുടെയും വളർച്ചയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കാരണം 3 പേരെയും പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒത്തിരി റെസ്റ്റും ഒക്കെ ആവശ്യമായിരുന്നു. ആ സമയത്തേക്ക് അമ്മച്ചിയുടെ ആ ഒരു കരുതലും അതുപോലെ തന്നെ സ്നേഹവും കൊണ്ട് മാത്രമാണ് 3 മക്കളെയും വളർത്തി വലുതാക്കി ഈ ഒരു നിലയിൽ വരെ എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. വൈകുന്നേരങ്ങളിലും രാവിലെയെല്ലാം അമ്മച്ചി ഞങ്ങളോടൊപ്പം എഴുന്നേറ്റ് വന്ന് ജോലി ചെയ്ത് ഞങ്ങളെ സ്കൂളിൽ വിടാനുള്ള അമ്മച്ചിയുടെ ആ ഒരു കരുതൽ, അതുപോലെ തന്നെ അമ്മച്ചി ഇവരെങ്ങാനും കുട്ടികൾ വരാൻ താമസിക്കുവാണെങ്കിൽ അമ്മച്ചിക്ക് ടെൻഷനാണ്. ഞങ്ങൾക്ക് അത്രയും ടെൻഷൻ തോന്നാറ്. അമ്മച്ചി പറയും, കൊച്ചു പോയിട്ട് എത്ര നേരമായി, അവർ ഇതുവരെയും കണ്ടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരോടും അമ്മച്ചിയോടുള്ള കരുതൽ, അതുപോലെ തന്നെ ഇത്തിരി മക്കളാണെങ്കിൽ ഇത്തിരി ക്ഷീണിച്ച് പോയാൽ ഇവർ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു സപ്പോർട്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനാ സമയങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ അമ്മച്ചി എപ്പോഴും മുൻതൂക്കം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ നേരത്തെ ഇവരോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കുറച്ചുകൂടെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണമെന്നൊക്കെയുള്ള ആ ഒരു ശ്രദ്ധ മക്കൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസത്തിലും അതുപോലെ തന്നെ ആരോഗ്യത്തിലും സമാധാനത്തിലും എല്ലാം ഒരു കരുതലുള്ള ഒരു അമ്മച്ചിയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അമ്മച്ചിക്ക് കിട്ടുന്ന പെൻഷനും അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അമ്മച്ചി കൂടുതലായിട്ടും ചിലവഴിക്കാറുള്ളത്. അപ്പോൾ എന്നും ഞങ്ങൾക്കൊരു കരുതലായി താങ്ങായി നിൽക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഈ അമ്മ ഏറെ സന്തുഷ്ടവതിയാകുന്നത്. എൻ്റെ പേര് അന്ന. ഞാൻ അമ്മച്ചിയുടെ 2ാമത്തെ പേരക്കുട്ടിയാണ്. ഞാനിപ്പോൾ 12th കഴിഞ്ഞിട്ട് നീറ്റിന് റിപ്പീറ്റ് ചെയ്യുക. അമ്മച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ, അമ്മച്ചി ഞങ്ങളെ കുഞ്ഞായിരുന്നപ്പം അപ്പയും അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോൾ അമ്മച്ചിയാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് വരുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി തന്ന് ഞങ്ങളെ കുളിപ്പിച്ച് കളിക്കാനൊക്കെ വിടുന്നതൊക്കെ അമ്മച്ചിയായിരുന്നു. ചെറുതിലേ മുതൽ ഞങ്ങളെ നോക്കിയതൊക്കെ അമ്മച്ചിയായിരുന്നു, വീട്ടിലാരും ഇല്ലാത്ത ടൈമിൽ. പിന്നെ അമ്മച്ചി ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്താണെങ്കിലും ഞങ്ങൾക്ക് എല്ലാം വാങ്ങിയൊക്കെ തരും. ഭയങ്കര സ്നേഹത്തോടെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അമ്മച്ചി. എൻ്റെ പേര് ആൻസ്. ഞാൻ പേരക്കുട്ടികൾ 5ാമത്തെയാണ്. ഞാൻ അമ്മച്ചീൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞാൻ 8th പഠിക്കുന്നു. എല്ലാ പെരുന്നാളിലും അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാശും തരാറുണ്ട്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സഹായിച്ചത് അമ്മച്ചിയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാശ് ചോദിച്ചാൽ അപ്പം തന്നെ തരും. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന അമ്മച്ചി.
എൻ്റെ പേര് ആഗ്നസ്. ഞാൻ അമ്മച്ചീൻ്റെ 4ാമത്തെ പേരക്കുട്ടിയാണ്. ഞാൻ 8th പഠിക്കുന്നു. ഞാനവിടെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മച്ചീൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മച്ചി അപ്പയും അമ്മയൊക്കെ വരുന്ന സമയത്തൊക്കെ വരെ ഞങ്ങളെ നോക്കും. അതേപോലെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അമ്മച്ചി പൈസയൊക്കെ തരും. പിന്നെ ഞങ്ങളെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പറഞ്ഞു വിടും. എൻ്റെ പേര് ആൽഫ്രഡ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ആണ് കുടുംബത്തിലെ ഏറ്റവും ഇളയ പേരക്കുട്ടി. അമ്മച്ചിയെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്നെ ആദ്യമായി പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ച അമ്മച്ചിയാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിൽ വലിയ സംശയം ഉണ്ടെങ്കിൽ അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചിക്ക് പറ്റാവുന്നതുപോലെ അമ്മച്ചി പറഞ്ഞു തരും. കായികപരമായ കാര്യങ്ങളിൽ അമ്മച്ചി എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. മുട്ടം ഫൊറോന പള്ളി ഇടവക വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തിൽ ഈ കുടുംബത്തെക്കുറിച്ചുള്ള തൻ്റെ അനുഭവം അച്ഛൻ തന്നെ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ ഫാദർ ആൻഡോ ചേരാന്തുരുത്തി, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വികാരിയായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു ഇടവക വികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം അജപാലന ശുശ്രൂഷയാണ്. ആ അജപാലന ശുശ്രൂഷ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അജപാലന ശുശ്രൂഷയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം കണ്ടുമുട്ടിയ ആ കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ പച്ചയായിട്ട് ഇപ്പോഴും നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ചില കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിന് കാരണം ആ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന പ്രത്യേകത തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു കുടുംബമാണ് തിരുവാതിക്കൽ ജോസഫ് സാറിൻ്റെ ഭവനം. ജോസഫ് സാറിൻ്റെ ഭവനത്തിൽ ഭാര്യ സോയ ടീച്ചറും 3 മക്കളും അമ്മച്ചിയും ഉള്ള ഒരു കുടുംബമാണത്. ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത അവർ 2 പേരും അധ്യാപകരാണ്. രാവിലെ 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. മക്കൾ 3 പേരും പഠിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഈ അമ്മച്ചിയെ ഒരു കുറവും വരാതെ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ മാതാപിതാക്കന്മാരെ നോക്കണം, ശുശ്രൂഷിക്കണം, മാതാപിതാക്കന്മാരെ എന്ന് പറയുന്നത് കൺകണ്ട ദൈവങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഇവർ 2 പേരും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവം ആദ്യമായിട്ട് തൻ്റെ അത്ഭുതം പ്രവർത്തിച്ചത് ഒരു കുടുംബത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് വിശുദ്ധമായ ഇടമാണ്. ആ വിശുദ്ധമായ ഇടത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കന്മാർക്കുണ്ട് എന്നുള്ള അവബോധം ഇവരിൽ 2 പേരും ശക്തമായിട്ട് ഉണ്ട്. ഈ അവബോധത്തിൽ തന്നെയാണ് അവരുടെ മാതാപിതാക്കന്മാരെയും അവരുടെ അയൽവക്കങ്ങളെയും ഒക്കെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ടും പരിചരിക്കാനും ശുശ്രൂഷിക്കുവാനും ഇവർക്ക് സാധിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചപ്പോൾ ഈ കുടുംബത്തിന് ലഭിച്ചത് സ്വർഗീയ സന്തോഷം. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം, സ്നേഹ സമ്മാനം. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾ എങ്ങനെ അവരെ കരുതണം, എങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ സായങ്കാലം സന്തോഷകരമായി മധുരതരമായി മാറ്റിയെടുക്കാമെന്ന ഒരു നല്ല സന്ദേശം അഭിവന്യ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ
പ്രിയമുള്ളവരെ, പ്രായമുള്ളവരെ, ഏറ്റവും ദൈവം നൽകിയ അനർഘമായ നിധിയായി നമുക്ക് കണക്കാക്കാം. പോൾ ആറാമൻ പാപ്പയാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾഡർ ദ ഫിഡ്ലർ ബെറ്റർ ദ മെലഡി എന്ന്. ഇങ്ങനെ പ്രായമായ ഒരു വയലിൻ വായനക്കാരൻ്റെ ആ കഴിവിൽ നിന്നാണ് കൂടുതൽ മനോഹരങ്ങളായ ഗാനങ്ങൾ, സംഗീതം ഉതിർക്കുക. നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. അങ്ങനെ കുടുംബത്തിൻ്റെ അനർഘനിധിയായി, ഏറ്റവും വിലപ്പെട്ട നിധിശേഖരമായി അവരുടെ ജീവിതത്തെ പരിഗണിക്കാം. അവരിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി കുളിർമഴ പോലെ പെയ്തിറങ്ങട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹം എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. ജീവിത പങ്കാളി 27 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ച് മക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വളർത്തിയ ഒരു നല്ല അമ്മ. മക്കളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നത് അമ്മയാണ്. മക്കളാ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും അമ്മയോടാണ്. അപ്പോൾ ഈ കുടുംബത്തിലുള്ള സഹോദരങ്ങൾ ഇന്ന് ഒറ്റ മനസ്സോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ചു വന്ന മരുമക്കൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അവർ മരുമക്കളായിട്ടല്ല മക്കളായിട്ട് ഈ അമ്മ കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ 4 മക്കളാണുള്ളത്. ആ അനുഭവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാരണവും. ഉപദേശത്തേക്കാൾ കൂടുതലായി ജീവിത മാതൃക കൊണ്ട് മക്കളെ നന്മയിൽ വളർത്തിയ ഈ നല്ല അമ്മയ്ക്ക്, അവരുടെ മക്കൾക്ക് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹസമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടുന്നതുവരെ നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.